ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ബ്ലാക്ക് ക്ലോവറിലെ ലിസ്റ്റിൻ്റെ ബാക്ക് സ്റ്റോറിനെ കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്പോയിലർ വാർണിംഗ്. ഈ വീഡിയോയിൽ ബ്ലാക്ക് ക്ലോവർ ആനിമെ ഫുൾ കാണാത്തവർക്ക് സ്പോയിലേഴ്സ് കാണും. സോ ഒട്ടും സമയങ്ങളായത് വീഡിയോയിലേക്ക് അടക്കാം. ലിസ്റ്റിൻ്റെ കഥ തുടങ്ങുന്നത് കറണ്ട് സ്റ്റോറിയിൽ നിന്ന് 500 വർഷങ്ങൾക്ക് മുമ്പാണ്. ലിസ്റ്റിന് അവൻ്റെ ഗ്രിംവാർ സെറമണിയിൽ വെച്ച് 4 ലീഫ് ക്ലോവർ ഗ്രിംവാറാണ് കിട്ടിയത്. ഇത് കണ്ട ആൾക്കാരൊക്കെ അന്തം വിട്ട് ലിസ്റ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് അവിടെ നിൽക്കുന്നൊരു കുട്ടി പാട്രി അവൻ്റെ അമ്മേനോട് ചോദിക്കുന്നത്, ഈ 4 ലീഫ് ക്ലോവർ ഗ്രിംവാറിന് എന്തുവാണ് ഇത്ര പ്രത്യേകതയുള്ളതെന്ന്. അപ്പോഴാണ് അവൻ്റെ അമ്മ പറയുന്നത്, 4 ലീഫ് ക്ലോവർ ഗ്രിംവാർ ആകെ ചൂസൺ വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ആൻഡ് ഈ ക്ലോവർ ഗ്രിംവാർ ഒരു ഗുഡ് ലക്ക് ചാർമിനെ പോലെയാണ്. അതിനുശേഷം പാട്രി ലിസ്റ്റിൻ്റെ ഫ്രണ്ട് രായൻ്റെ അടുത്ത് പോയിരിക്കും. എന്നിട്ട് പാട്രി ഹ്യൂമൻസ് എൽഫ്സിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ച് അവരുടെ അടുത്ത് പറയും. അപ്പോഴാണ് ലിസ്റ്റ് പറയുന്നത്, മനുഷ്യരും എൽഫ്സും 2 പേരും തമ്മിൽ ഭയന്നാണ് ജീവിക്കുന്നത്. മനുഷ്യർക്കും എൽഫിനെ പോലെ തന്നെ ഗ്രിംവാർ കിട്ടും. എങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യരും എൽഫ്സും ശത്രുതയിൽ ജീവിക്കുന്നത്? അവർക്ക് എന്തുകൊണ്ട് ഒരുമിച്ചുകൂടാ എന്ന്. ആ സമയത്താണ് അവരുടെ അടുത്തേക്ക് ഒരു ടൊർണാഡോ വരുന്നത്. ലിസ്റ്റ് ആ ടൊർണാഡോയിൽ ഒരു പെൺകുട്ടി കുടുങ്ങിക്കിടക്കുന്നത് കാണും. അവളെ രക്ഷിക്കാൻ വേണ്ടി ലിസ്റ്റ് അതിൻ്റെ അടുത്തോട്ട് പോയിട്ട് അവൻ്റെ സോഡ് മാജിക് യൂസ് ചെയ്ത് ടൊർണാഡോനെ നിർത്താൻ നോക്കും. അതേ സമയത്താണ് ഫസ്റ്റ് വിസാർഡ് കിങ് ലാമിയലും അവൻ്റെ ലൈറ്റ് മാജിക് യൂസ് ചെയ്ത് ആ ടൊർണാഡോ നിർത്താൻ നോക്കുന്നത്. 2 പേരുടെ അറ്റാക്ക് ക്ലാഷായി ആ ടൊർണാഡോ നിൽക്കും. ആൻഡ് ആ പെൺകുട്ടി രക്ഷപ്പെടും. ആ പെൺകുട്ടി ഫസ്റ്റ് വിസാർഡ് കിങ് ലാമിയലിൻ്റെ സിസ്റ്റർ ആയിരുന്നു. ലാമിയൽ എന്നിട്ട് ലിസ്റ്റിനോട് താങ്ക് യു പറയും അവൻ്റെ സിസ്റ്ററിനെ രക്ഷിച്ചതിന്. അപ്പോഴാണ് ലിസ്റ്റ് ശ്രദ്ധിക്കുന്നത് ലാമിയലിൻ്റെ കയ്യിലൊരു 4 ലീഫ് ഗ്രിംവാറാണുള്ളതെന്ന്. ലിസ്റ്റ് അപ്പോൾ അവൻ്റെ കയ്യിലുള്ള 4 ലീഫ് ഗ്രിംവാർ ലാമിയലിനെ കാണിച്ചു കൊടുക്കും. അതിനുശേഷം 2 പേരുടെ സിമിലാരിറ്റീസും അവരുടെ ഐഡിയാസും ഒരേതുപോലെ ആയതുകൊണ്ട് തന്നെ അവർ 2 പേരും ഫ്രണ്ട്സ് ആകും. ലിഫ്റ്റും ലാമിയലും 2 പേരും എൽഫ്സും ഹ്യൂമൻസും ഒന്നിച്ച് അവരുടെ വഴക്കെല്ലാം നിർത്തണമെന്ന് താല്പര്യമുള്ളവരാണ്. അതിനുശേഷം ഇവർ 2 പേരും എൽഫ്സിൻ്റെയും ഹ്യൂമൻസിൻ്റെയും വഴക്കൊക്കെ നിർത്തി ശത്രുത മാറ്റിവെച്ച് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കൂട്ടാൻ നോക്കും. ഇതൊക്കെ നടക്കുന്ന സമയത്താണ് ലിസ്റ്റും ലാമിയലിൻ്റെ സിസ്റ്റർ ടീറ്റിയും സ്നേഹത്തിലാവുന്നത്. ആൻഡ് ടീറ്റിയെ പ്രഗ്നൻറ്റും ആകും. ലിസ്റ്റ് വിചാരിക്കും ഈ കുട്ടി എൽഫ്സിൻ്റെയും മനുഷ്യരുടെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പാലമാകുമായിരിക്കുമെന്ന്. ലാമിയലും ഈ വാർത്ത അറിഞ്ഞ് സന്തോഷിച്ച് ഇവരുടെ 2 പേരെയും കൺഗ്രാജുലേറ്റ് ചെയ്യും. എന്നിട്ട് അവൻ്റെ സിസ്റ്ററിൻ്റെ കൈ ലിസ്റ്റിൻ്റെ കൈയിൽ കൊടുക്കും. എന്നിട്ട് ലാമിയൽ ലിസ്റ്റിനോട് പറയും, എൻ്റെ സിസ്റ്ററിനെ നീ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന്. എന്നിട്ട് ലിസ്റ്റിൻ്റെയും ടേറ്റിയുടെയും കല്യാണം എൽഫുകളുടെ മുമ്പിൽ വെച്ച് നടത്താം, അവർ മാത്രം ഉള്ളപ്പോൾ. അപ്പോഴാണ് ആ സെറിമണി നടക്കുന്നതിൻ്റെ മേളിലൊരു മാജിക് കാസ്റ്റ് ആകുന്നത്. അതിൽ നിന്ന് ലൈറ്റ് മാജിക്കിൻ്റെ അറ്റാക്ക് വന്ന് എൽഫ്സിനെ കൊല്ലാൻ തുടങ്ങും. എൽഫ്സ് എല്ലാവരും വിചാരിക്കും ഈ അറ്റാക്സ് ഹ്യൂമൻസ് ആണ് ചെയ്തതെന്ന്. ലൈറ്റ് മാജിക്ക് കണ്ടത് പാട്രി വിചാരിക്കും ഇതെല്ലാം ലാമിയലാണ് ചെയ്തതെന്ന്. ആൻഡ് പാട്രിയും ബാക്കി എല്ലാ എൽഫ്സും മരിക്കും. ഹ്യൂമൻസ് അവരെ കൊന്നയെന്ന പകയും മനസ്സിൽ വെച്ചുകൊണ്ട്. പാട്രി മരിച്ചതിന് ശേഷം അവൻ കുറേ നാളുകൾക്ക് ശേഷം ഗോൾഡൻ ഡോൺ സ്ക്വാഡിൻ്റെ ക്യാപ്റ്റൻ വില്യൻ വെഞ്ചൻസിൻ്റെ ബോഡിയിൽ പുനർജനിക്കും. എന്നിട്ട് അവൻ ഹ്യൂമൻസിൻ്റെ മുകളിലുള്ള റിവെഞ്ച് തീർക്കാൻ വേണ്ടി ബാക്കി എൽഫ്സിനെ റീഇൻകാർണേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ട് ഹ്യൂമൻസിൻ്റെ മുകളിൽ അറ്റാക്ക് ചെയ്യിപ്പിക്കും. പാട്രിയുടെ കഥ പറയാൻ നിന്ന് ആ വീഡിയോ അത്യാവശ്യം ലോങ് ആയിപ്പോവും. സോ ലിസ്റ്റിൻ്റെ കഥയിലേക്ക് വരാം. ഈ എൽഫ്സ് ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ലിസ്റ്റിൻ്റെ മുകളിൽ ബ്ലാക്ക് സർക്കിൾസ് വരാൻ തുടങ്ങും. ആൻഡ് ലിസ്റ്റിൻ്റെ ഗ്രിംവാർ കറപ്റ്റായി 5 ലീഫ് ഗ്രിംവാർ ആകും. ലിസ്റ്റിൻ്റെ ഗ്രിംവാർ കറപ്റ്റ് ആയതും ലിസ്റ്റ് ഒരു ഡീമണായിട്ട് മാറും ആൻഡ് ഹ്യൂമൻ റേസിനെ തീർക്കാൻ പോകും. ഈ അറ്റാക്ക് ശരിക്കും ചെയ്തത് ലാമിയലല്ലായിരുന്നു. ഈ എൽഫ്സിനെ കൊന്ന് ലിസ്റ്റിനെ ഡിസ്പയറിലാക്കിയതൊക്കെ സാഗ്രിഡ് എന്ന് പറയുന്നൊരു ഡെവിലായിരുന്നു. സാധാരണ ഡെവിൽസ് വേറൊരു റെലമിലാണ് ജീവിക്കുന്നത്. പക്ഷേ സാഗ്രിഡിന് ഹ്യൂമൻ റെലമിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൻ ഒരു 4 ലീഫ് ഗ്രിംവാർ ഓണറിനെ സ്റ്റേറ്റ് ഓഫ് ഡിസ്പയറിലാക്കി അവൻ്റെ ഗ്രിംവാർ 5 ലീഫ് ഗ്രിംവാർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ലിസ്റ്റിൻ്റെ ഗ്രിംവാർ 5 ലീഫ് ആയതുകൊണ്ട് തന്നെ ഇനി സാഗ്രിഡിന് വേണമെങ്കിൽ ലിസ്റ്റിൻ്റെ ബോഡി പൊസസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ലിസ്റ്റിൻ്റെ ബോഡി സാഗ്രിഡ് കംപ്ലീറ്റ്ലി പൊസസ് ചെയ്താൽ അവന് ഹ്യൂമൻ റെലമിൽ കംപ്ലീറ്റ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും അവൻ്റെ ഫുൾ പവേഴ്സ് ആയിട്ട്. ലിസ്റ്റ് ഡെവിലായി ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യാൻ പോയപ്പോൾ ലാമിൻ അവനെ തടയാൻ നോക്കും. എന്നിട്ട് കംപ്ലീറ്റ്ലി അവർ 2 പേരും ബാറ്റിൽ ചെയ്യാൻ തുടങ്ങും. ഈ ഫൈറ്റിൻ്റെ ഇടയിൽ വെച്ച് ലിസ്റ്റിന് അവൻ്റെ സെൻസസ് തിരിച്ചു കിട്ടും. എന്നിട്ട് ലിസ്റ്റ് ലാമിനോട് പറയും, എൻ്റെ കോൺഷ്യസ്നെസ് പോകുന്നതിന് മുമ്പ് തന്നെ നീ എന്നെ കൊല്ലുക എന്ന്. ലിസ്റ്റിൻ്റെ ബോഡി സാഗ്രിഡിനെ പൊസസ് ചെയ്യാൻ കിട്ടാതിരിക്കാൻ വേണ്ടി ലിസ്റ്റ് സാക്രിഫൈസ് ചെയ്യും. ആൻഡ് ലാമിൻ ലിസ്റ്റിനെ കൊല്ലും. ആൻഡ് ആ ഫൈറ്റിന് ശേഷം ലാമിനും മരിക്കും. ആൻഡ് ലാമിൻ ഈ ആൾക്കാരെ മൊത്തം ഈ ഡെവിലിൽ നിന്ന് രക്ഷിച്ച ഹീറോ ആയി മാറും. എന്നിട്ട് ആൾക്കാർ ലാമിന് ഒരു പേര് കൊടുക്കും, ദി ഫസ്റ്റ് വിസാർഡ് കിങ് എന്ന്. അതിനുശേഷം സാഗ്രിഡിനെ നേരു കണ്ടുപിടിച്ചിട്ട് ഇറ്റേണൽ പ്രിസണിൽ ക്യാപ്ചർ ചെയ്യും. അതിനു മുമ്പ് തന്നെ സാഗ്രിഡ് മരിച്ചുപോയ എൽഫ്സിൻ്റെ മുകളിൽ സോൾ റീഇൻകാർണേഷൻ മാജിക് യൂസ് ചെയ്തായിരുന്നു. ഈ സ്പെല്ല് കാരണമാണ് പാട്രിയും ബാക്കി എൽഫ്സ് മൊത്തം റീഇൻകാർണേറ്റ് ചെയ്ത് ഹ്യൂമൻ ബോഡീസിനകത്ത്. സോ ലിസ്റ്റിൻ്റെ കഥ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനു വീഡിയോ വരെ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ആസ് ഓൾവേസ് കീപ് ബീങ് ഓസം. ബൈ.